എപ്പിസോഡിന്റെ തുടക്കത്തിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് കനഹക്ക സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് പേടിച്ചു നിൽക്കുന്ന ജിയോനുവിനെ കാണിച്ചാണ്. എടുത്താവട്ടെ നാരി ഈ കാര്യങ്ങളൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജിയോനു പറയുന്നുണ്ട്, കനഹക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ ഉറപ്പായും കൊല്ലുമെന്ന് നമ്മുടെ ജിയോനു പറയാണ്. അത് കേട്ടതും നാരിയുടെ ചിരി പതുക്കെ അണയുകയാണ്. ഇവിടെ കനഹ ആവട്ടെ ഒട്ടും വൈകാതെ അവളുടെ ബോധം പോവുകയാണ്. ജിയോനുവിനെ പോലെ തന്നെ നമുക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ കണ്ട് കലി കയറി ജിയോനു ആവട്ടെ തിരിഞ്ഞു നോക്കുമ്പോ അവിടെ നാരിയെ കാണാനില്ല. മാത്രമല്ല എടുത്തു നിൽക്കുന്ന കനഹയുടെ ഫോണിലാവട്ടെ ഒരു ഫോൺ കോളും കൂടി വരുന്നുണ്ട്. അത് ആരാ നോക്കിയാല് അത് നമ്മുടെ ഹെലിനെയാണ്. അവനാവട്ടെ കുറച്ച് പേടിയോടാണെങ്കിലും ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൻട്രാ ഹെലിനെ പറയാൻ തുടങ്ങി, ജിയോനു ഇത് ഞാനാണ്, ഹാൻജുവിന്റെ സഹോദരി. ഞാൻ ഈ ഫോണിലോട്ട് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, അവിടേക്ക് കനഹയും കൂട്ടി കൊണ്ടുവരണമെന്ന്. ഈ കാര്യം കേട്ടിട്ട് ജിയോനുക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഈ സമയമാണ് കനഹക്ക് ബോധം തെളിയുന്നത്. അവളാവട്ടെ ബോധം തെളിഞ്ഞ പാടെ പറയുന്നത്, ജിയോനു നീ ഒരിക്കലും ആ കോളിൽ പറയുന്ന കാര്യം സത്യമാണെന്ന് വിശ്വസിക്കരുത്. ഈ സമയം ആ ഫോണിലാവട്ടെ ഹെലിനെ പറയാൻ തുടങ്ങി, നീ വേഗം തന്നെ ഇവിടേക്ക് എത്താൻ നോക്ക്. നീ ഏകദേശം എത്തുന്ന സമയത്ത് ഒരു റാന്തൽ വെളിച്ചം കാണുകയാണെങ്കിൽ ആ ഭാഗത്തോട്ട് വരിക. ഈ സമയം കനഹ ആവട്ടെ, അത് ഹാൻജുവിന്റെ അനിയത്തിയല്ല, നീ അതൊരിക്കലും വിശ്വസിക്കരുത്. ഈ കാര്യങ്ങളൊക്കെ ഹെലിനെ കേട്ടിട്ടാവട്ടെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ജിയോനു പറയുന്നത് കേൾക്കൂ, നമുക്ക് സമയമില്ല എന്ന് പറയുന്നു. നിനക്ക് മാത്രമേ കനഹയെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഈ സമയം കനഹ ആവട്ടെ ഒരുമാതിരി വിയേർഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഈ സമയവും ഹെലിനെ വിളിച്ചു പറയുന്നുണ്ട്, നീ ഉടനെ ഇവിടെ എത്തുക, നിനക്ക് മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്ന്. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ജിയോനു ആവട്ടെ കിളി പോയിരിക്കുകയാണ്. കാര്യം ഇതിലേതാണെന്ന് സത്യം അവനക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഹലോ ഗൈസ്, If Wishes Could Kill സീസൺ 1 ഫൈനൽ എപ്പിസോഡ്. ഈ എപ്പിസോഡിനെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് സ്പോയിലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് അടക്കാം. ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സീരീസിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് എന്ന്. പിന്നെ അടുത്തതായിട്ട് വരാൻ പോകുന്ന സീരീസിനെ കുറിച്ച് ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല, അതൊരു കിടിലെ സീരീസ് തന്നെയാണ്. സോ അധികം പറഞ്ഞ ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് അടക്കാം, ദ ഫൈനൽ എപ്പിസോഡ്. തുടക്കത്തിലായി നമ്മൾ കാണുന്നത് ഭയങ്കര വീടായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഫ്രഷ് ആയിട്ട് സ്കൂളിലെ രാവിലത്തെ സമയമാണ് കാണിക്കുന്നത്. പതിയെ സീങ്ങട്ടായി കാണിക്കുന്നത് കനഹയാണ്. കനഹ ആവട്ടെ നല്ല രീതിക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു നിന്ന് നമ്മുടെ ജിയോനു ആവട്ടെ വിളിക്കുന്നുണ്ട് നമ്മുടെ കനഹയെ. അവൾ കണ്ണു തുറന്നതും എടുത്തു നിൽക്കുന്ന ഹാൻജുണും ചോദിക്കുന്നുണ്ട്, നിനക്ക് ഓക്കെ അല്ലേ. മാത്രമല്ല ഹാൻജുവിന്റെ അടുത്തായിട്ട് നാരിയുണ്ട്. നാരിയും കനഹയുടെ അടുത്തോട്ട് വരും. കനഹ ആവട്ടെ ഇതൊക്കെ കണ്ട് കിളി പോയിട്ട് ആരും എന്റെ അടുത്തോട്ട് വരരുത് എന്ന് പറഞ്ഞ് ബാക്കോട്ടേക്ക് മാറിയിരിക്കുകയാണ്. അത് പേടിച്ചിട്ട് കാര്യം എന്താ സംഭവിക്കുന്നതെന്ന് അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എടുത്ത് നിൽക്കുന്ന ജിയോൻവുക്കും മറ്റാർക്കും തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാറിക്കാവട്ടെ കനഹ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, ചെറുതായി വിഷമം വരുന്നു. ഞാൻ പറയാൻ തുടങ്ങി, ആദ്യമായല്ലേ ഇവളെ എന്നോട് ഇങ്ങനെ കളിക്കുന്നത്, ഞാൻ ചെയ്ത കാര്യം കൊണ്ടാണ് ഇവളെ എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത്. ഈ സമയം ജിയോനു ആവട്ടെ എടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും അറിയില്ലേ നീ എങ്ങനെ ഇവിടെ വന്നത് എന്ന്. നീ വീണ്ടും എല്ലാം മറന്നു. അവക്കാവട്ടെ ഇതൊക്കെ കണ്ടിട്ട് ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് ഇവര് കൂടി നിന്ന് സംസാരിക്കുന്നതായിട്ടാണ്. ഈ സമയം ജിയോനു പറയുന്നുണ്ട്, നീ ആവശ്യത്തിൽ കൂടുതൽ സമയം എടുത്തോളൂ, നീ മാക്സിമം ഓർത്തെടുക്കാൻ ശ്രമിക്കാൻ വേണ്ടി. ഈ സമയം കനഹ ഭയങ്കര വീടായിട്ടൊരു കാര്യം പറയാൻ തുടങ്ങി, ഇനിയിപ്പോ ആ ജിമ്മിന്റെ അകത്ത് വല്ല സ്റ്റോറേജ് റൂം വല്ലതും ഉണ്ടോ. ഈ സമയം എടുത്തു നിൽക്കുന്ന ജിയോനു ചോദിക്കുന്നുണ്ട്, എന്ത് സ്റ്റോറേജ് റൂം. എന്നിട്ട് ജിയോനു പറയാൻ തുടങ്ങി, അവിടെ ആണോ ഇനി ദോഹരൂക ആഗ്രഹം സാധിച്ച ഫോൺ ഉള്ളത്. ഈ സമയം നമ്മുടെ കനഹ ആവട്ടെ ആകെ പേടിച്ചിരിക്കുക. ഈ സമയമാണ് ഞാറി ക്ഷമ ചോദിക്കുന്നത്. കാര്യം അന്നൊരു ഭ്രാന്തിയെ പോലെയാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അന്ന് എന്റെ കിളി പോയി കിടക്കുകയെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല ഞാൻ അന്ന് എന്താ ചെയ്തത് എന്ന്. എന്നോട് ക്ഷമിക്കുക കനഹ എന്ന് നമ്മുടെ നാരി പറയുന്നുണ്ട്. ഈ സമയം കനഹാവട്ടെ നേരെ ജിയോനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ ചുവന്ന ഫോൺ എവിടെയാണ്, നിങ്ങൾ അത് കണ്ടെത്തിയോ എന്ന്. പിന്നെ നേരെ ഹാൻജുവിന്റെ അടുത്ത് ചോദിക്കുന്നു, നിന്റെ അളിയന്റെ സുഖമാണോ, അവര് ആശുപത്രിയിലല്ലായിരുന്നു, നല്ല പരിക്കുണ്ടായിരുന്നില്ലേ, ഇപ്പൊ സുഖമാണോ എന്ന് ചോദിക്കുന്നു. ഈ സമയം ജിയോനു വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഒന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നു. എന്നിട്ട് നേരെ അവന്റെ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഗിരികു എന്ന് പറയുന്ന ആപ്പും ഇല്ല, ടൈമറും ഇല്ല. ഈ സമയം ഹാൻജുൻ പറയുന്നു, നീയും എന്റെ ചേച്ചിയും കൂടി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന്. എനിക്ക് വിശ്വാസം വരുന്നില്ലേ, നിന്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറയുന്നു. അവളാവട്ടെ അവളുടെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഗിരികു എന്ന് പറയുന്ന ആപ്പ് പോലും ഇല്ല. എന്നിട്ട് അവൾ ചോദിക്കുന്നു, ശരിക്കും നമ്മളെല്ലാം പൂർത്തിയാക്കിയോ എന്ന്. ഇതേ സമയം ഞാറാവട്ടെ എഴുന്നേറ്റ് നിന്ന് അതേ എന്ന് പറയുന്നു. ഈ സമയം കനഹ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നും ചെയ്യരുത് എന്ന്. ഞാറി പറയുന്നു, എനിക്കൊന്നും അറിയില്ലായിരുന്നു, എന്താ സംഭവിച്ചത് പോലും എനിക്കറിയില്ല എന്ന്. കനഹ ആവട്ടെ നമ്മളെ ഞാറിനടുത്ത് ക്ഷമയും കൂടി പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കനഹക്കാവട്ടെ നല്ല രീതിക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നെ സീകട്ടായി അവർ ക്ലാസ്സിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. ആ സമയം അവർ സംസാരിച്ചുകൊണ്ട്
പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കനഹയുടെ ബർത്ത്ഡേനെ കുറിച്ചാണ്. അങ്ങനെ നടന്നു ഒരു സ്റ്റെപ്പ് കയറി കഴിയുന്ന സമയത്ത് കനഹ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് ശരിക്കും ഒരു ലാബ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു മൾട്ടിമീഡിയ റൂമാണ്. റൂം എന്ന് പറയാൻ പോലും ഇല്ല, അവിടെ ശരിക്കും ഒരു മതില് പോലെയാണ് ഉള്ളത്. പിന്നീട് കനഹ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അങ്ങനത്തെ സംഭവം അവിടെ ഉണ്ടായിരുന്നു. അവരവിടെ നിന്നാണ് ആദ്യമായി ഗിരിഗു എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ കനഹ ആലോചിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കമ്പിയുടെ ബാറുകൾ എവിടെയായിരുന്നു എന്ന്. ബാക്കിൽ നിന്ന് ജോൺ വോയും ഹാൻജോണൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ കുഴപ്പം എന്ന്. ഈ സമയം നാരി അവിടെ നിന്ന് വിളിച്ചു പറയുന്നു നിർമ്മാണ ശേഷം അവിടെ നിന്ന് ആ കമ്പികളൊക്കെ ഒഴിവാക്കിയെന്ന്. ഓൺ ദ സ്പോട്ട് നമ്മുടെ കനഹക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നു. എന്നിട്ട് അവൾ പറയാൻ തുടങ്ങിയ അതിന് ഇവിടുത്തെ നിർമ്മാണം നിർത്തിവെച്ചതാണല്ലോ എന്ന്. കനഹ അവിടെ ഒട്ടു സമയം കളയാതെ നേരെ വന്നിട്ട് ആ ബിൽഡിങ്ങിലെ ജനവാതിൽ തുറക്കുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ ഇവള് തന്നെയാണ് ആ എന്റെ സ്ഥലം. അതായത് ഈ സ്ഥലം മൊത്തം ഒരു ക്രിയേഷൻ മാത്രമാണ്. അങ്ങനെ അവൾ ആ ജനലടിച്ച് നേരെ പോയി ആ ലാബ് തുറന്നു നോക്കുകയാണ്. പെട്ടെന്നുണ്ടാ അവളുടെ കയ്യിലോട്ട് ആ ചുവന്ന ഫോൺ വരും. അതിലെ ഗ്ലാസുകൾ പതിയെ ക്രാക്ക് ആവും. പെട്ടെന്ന് നോക്കുമ്പോണ്ടാ ആ സ്ഥലം മുഴുവനായി മാറി. ആ ലാബ് ആവട്ടെ ഫുൾ കവർ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല അവിടെ മൊത്തം രാത്രിയായി. പെട്ടെന്ന് നാരി ആവട്ടെ ബാക്കിൽ നിന്ന് വലിച്ചിടുന്നു. പിന്നെ സിയട്ടായി കാണിക്കുന്നത് നമ്മുടെ ജോൺവു ആവട്ടെ എല്ലാ ഫോണിലൂടെ അയച്ചു കൊടുത്ത ആ സ്ഥലത്തോട്ട് പോയോണ്ടിരിക്കുകയാണ്. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, മുൻപ് കണ്ടത് ഒരു ഇമാജിനേഷൻ മാത്രമാണ്. അതായത് ആ കേഴ്സിന്റെ ട്രാപ്പ് മാത്രമാണ് അത്. ഇതാണ് ശരിക്കുള്ള റിയൽ വേൾഡ്. ഇതൊരിക്കലും കൺഫ്യൂഷൻ വരരുത്. അങ്ങനെ അവർ ലൊക്കേഷനിലുള്ള സ്ഥലത്തോട്ട് എത്തുന്ന സമയത്ത് ഫ്രണ്ടിലായിട്ട് ബ്ലോക്ക് വരുന്നു. അതായത് മുൻപ് നമ്മുടെ ഹാൻജുൺ വന്ന സമയത്ത് നടന്ന അതേപോലെ തന്നെ. മാത്രമല്ല കനഹ ഭയങ്കര വിയേർഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ അവളുടെ ഇമാജിനേഷൻ വേൾഡില് പല കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റിയൽ വേൾഡിലും അവൾ ഇങ്ങനെ എക്സ്പ്രഷൻ കാണിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല അവളുടെ ശരീരത്തിൽ ഒരു കേഴ്സും കൂടിയുണ്ട്. അത് ഏത് കേഴ്സ് ആണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഒന്നെങ്കിൽ ദോഹറൂഗ് അല്ലെങ്കിൽ ക്യോൻസി ആയിരിക്കും. നമ്മുടെ ജിയോൻവുയുടെ കയ്യിലുള്ള കോമ്പസ് ആവട്ടെ ദിശയില്ലാതെ കറികൊണ്ടിരിക്കുകയാണ്. പിന്നെ സിഗട്ടായി കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് ഹെല്ലെ ആവട്ടെ നമ്മുടെ ജിയോൻവുക്ക് ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ജിയോൻവു ആവട്ടെ ആ കോമ്പസ് കനഹയുടെ അടുത്തോട്ട് വെക്കുന്ന സമയത്ത് അതാവട്ടെ സ്പിൻ ചെയ്യുന്നുണ്ട്. ബട്ട് അവന്റെ അടുത്തേക്ക് വെക്കുന്ന സമയത്ത് സ്പിൻ ചെയ്യുന്നില്ല. അതിനർത്ഥം അവളുടെ മേത്തായിട്ട് ഒരു കേഴ്സ് ഉണ്ട്. ഈ സമയം കനഹ ആവട്ടെ ഭയങ്കര റഫായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞു ആ ഫോൺ കട്ട് ചെയ്യാനായി. ഈ കാര്യം കണ്ടതും നമ്മുടെ ജോൺവുക്ക് മനസ്സിലായി ഹെല്ല പറയുന്നതാണ് ശരിയെന്ന്. അങ്ങനെയാണ് കനഹയും കൂട്ടി പുറപ്പെട്ടത്. നമ്മുടെ ജോൺവു പിന്നെ ഒട്ടും സമയം കളയാതെ കനഹയും കൂട്ടി ഹെല്ല പറഞ്ഞ സ്ഥലത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം കേഴ്സുകളുടെ ലോകത്ത് നമ്മുടെ കനഹനാവട്ടെ നമ്മുടെ നാരി മുഖത്തോട്ട് ചേർത്ത് പിടിച്ച് കൊല്ലാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാരി പറയുന്നുണ്ട് നീ കേഴ്സുകളുടെ ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്, നിനക്കിവിടെ വേറെ വഴിയില്ല എന്ന്. നമ്മുടെ കനഹുറൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് നാരി എന്ന്. നാരി ആവട്ടെ ഒരു ബ്ലേഡ് എടുത്ത് പറയാൻ തുടങ്ങി, ആഗ്രഹങ്ങൾ സഫലമാക്കിയാൽ അതിനൊരു വില കൊടുത്തേ പറ്റും. നിയമങ്ങൾ അത് പാലിക്കാനുള്ളതാണ്. എന്നിട്ടാവട്ടെ ആ ബ്ലേഡ് ഉപയോഗിച്ച് കനഹയുടെ കഴുത്ത് മുറിക്കാനായി ഒരുങ്ങുകയാണ്. ഇതേ സമയം സീങ്ങട്ടായി കാണിക്കുന്നത് ജിയോൻമുനെയാണ്. അവനാവട്ടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് അവനക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള വഴി ഇപ്പോഴും അറിയത്തില്ല. ആ സമയമാണ് ജിയോൻമുക്ക് മനസ്സിലാവുന്നത് ആ റാന്തൽ വെളിച്ചം കിട്ടുന്ന സ്ഥലം വരെ ഓടണം എന്ന്. അതായത് ആ റാന്തൽ വെളിച്ചം എവിടെയാണ് കാണുന്നത് അതായിരിക്കും ലൊക്കേഷൻ എന്ന്. ഇതേ സമയം ഹെല്ലാവട്ടെ ഒരു റാന്തൽ വിളക്ക് ആകാശത്തോട്ട് പരത്തിവിടാൻ നോക്കുകയാണ്. ബട്ട് അത് കത്തിച്ച് ഒരു ഭാഗത്തോട്ട് എത്തുന്ന സമയത്ത് അത് കെട്ടുപോകുകയാണ്. കാര്യം പുറത്തുള്ള ഒരു കേഴ്സും ഇതിന് അനുവദിക്കുന്നില്ല. ഇതേ സമയം ജിയോൻവുക്ക് ആവട്ടെ വഴി അറിയാത്തതുകൊണ്ട് വേറെ എവിടെയോ എത്തിയിട്ടുണ്ട്. നമ്മുടെ കനഹയെ പുറത്തേറ്റ് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അവനക്കാവട്ടെ നല്ല രീതിക്ക് ക്ഷീണം തോന്നുന്നുണ്ട്. കാര്യം എത്രത്തോളം ഓടിയെന്ന് അവനക്ക് പോലും അറിയത്തില്ല. ലൊക്കേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് നേരെ ഫ്രണ്ടിലോട്ട് പോകാനാണ് പറയുന്നത്. അങ്ങനെ ഓടിയൊരു സ്ഥലത്തോട്ട് എത്തുന്ന സമയത്ത് മാപ്പ് നോക്കുമ്പോൾ സ്ഥലം എത്തി എന്നാണ് കാണിക്കുന്നത്. ബട്ട് ഫ്രണ്ടിലാവട്ടെ ഒരു വലിയൊരു കൊക്കയാണ് ഉള്ളത്. അങ്ങനെ ജിയോൻവു ആവട്ടെ അവളെ അവിടെ നിലത്ത് കിടത്തിയതിനു ശേഷം എവിടെയാണ് ആ റാന്തൽ വിളക്കിന്റെ വെളിച്ചം കാണുന്നത് എന്ന് നോക്കുകയാണ്. ഇതേ സമയം ബാക്കിൽ നിന്ന് കനഹ വിളിക്കുന്നുണ്ട് ജിയോൻവു എന്ന്. അവൻ തിരിഞ്ഞു നോക്കിയതും പെട്ടെന്ന് ആ കൊക്കയിലോട്ട് വീണു പോകും. ഭാഗ്യത്തിന് ഒരു മരത്തിന്റെ പിടി കിട്ടുന്നുണ്ട്. ഈ സമയം കനഹ ഒരുമാതിരി രീതിയിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ജിയോൻവു ഒരു രീതിയിൽ മേലോട്ട് പിടിച്ചു കയറാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ കനഹയെ നോക്കുന്ന സമയത്ത് ഒരുമാതിരി സൈക്കോപാത്തിനെ പോലെ നമ്മുടെ ജിയോൻവുനെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജിയോൻവുക്കാവട്ടെ എത്ര ശ്രമിച്ചിട്ട് മുകളിലോട്ട് കയറാൻ സാധിക്കുന്നില്ല. ഇതേ സമയം കനഹയുടെ ഉള്ളിലുള്ള കേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട്, കനഹ എന്തായാലും മരിക്കാനുള്ളതാണ്, നീ ഇനി അത് നോക്കി പേടിക്കണം. ഇതേ സമയമാണ് ജിയോൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ദൂരെ നിന്ന് ഒരു റാന്തൽ വെളിച്ചം കാണുന്നു. ആ കാര്യം കണ്ടതും നമ്മുടെ ജിയോൻവു കാട്ടെ എവിടെ നിന്നില്ലാതെ ഒരു ഉന്മേഷം വരുന്നു. കാര്യം എന്താന്ന് വെച്ചാൽ അവന് കണ്ടെത്താൻ വെച്ച സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. കനഹയെ രക്ഷിക്കാനുള്ള ആ ഒരു ഫോമില് അവനാവട്ടെ അവിടെ നിന്ന് പിടിച്ചു കയറുന്നുണ്ട്. അങ്ങനെ മുകളിലോട്ട് കയറിയതും നമ്മുടെ ജിയോൻവു ആവട്ടെ ഒട്ടും സമയം കളയാതെ അവളെയും കൂട്ടി ആ സ്ഥലത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജിയോൻവു ആവട്ടെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് തന്നെ നമ്മുടെ കനഹയെ കൊണ്ടുവരുന്നു. അവിടെ ഇവർ രണ്ടുപേര് കാത്തു നിന്ന് നമ്മുടെ ഹെല്ലെ നിൽക്കുന്നുണ്ട്. എത്തിയ ഓൺ ദ സ്പോട്ട്
എന്നിട്ട് ജിയോനു പറയുന്നത് നമ്മുടെ കനഹയെ രക്ഷിക്കാനായാണ്. അങ്ങനെ സിയട്ടായി കാണിക്കുന്നത് നമ്മുടെ ഹെലിനെ ആവട്ടെ അവരാരാധിക്കുന്ന ആ പാമ്പിന്റെ കല്ലറയുടെ ഫ്രണ്ടില് വന്ന് നിൽക്കുന്നതായിട്ടാണ്. എന്നിട്ട് നമ്മുടെ കനഹയുടെ കയ്യിലുള്ള ഫോൺ ആവട്ടെ കളയാനായി ശ്രമിക്കുന്നുണ്ട്. കാര്യം ഇത്ര നേരം ആ ഫോൺ കയ്യിലുള്ളത് കൊണ്ടാണ് കേസികളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഫോൺ കയ്യിൽ നിന്ന് വീണതും നമ്മുടെ കനഹ വിയേഡായിട്ട് ആക്ട് ചെയ്യുന്നത് നിർത്തുന്നു. എന്നിട്ട് ആ ഫോൺ നൈസായി അവരുടെ ആ കല്ലറയുടെ മുകളിൽ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് എന്തോ വലിയൊരു മന്ത്രം കുറെ നേരം പറഞ്ഞതിന് ശേഷം ഒരു ആരോ എടുത്ത് നേരെ ആ ഫോണിലോട്ട് നോക്കി ഒരൊറ്റ കുത്തു കൊടുക്കുന്നു. കുറച്ചു സമയം എടുത്തെങ്കിലും ആ ഫോൺ നൈസായി ഫുള്ളായിട്ട് ഓഫ് ആകുന്നു. എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ച് ഹെലിനെ തിരിഞ്ഞു നോക്കുമ്പോൾ കനഹയ്ക്ക് ഇപ്പോഴും ആ വിറയല് നിന്നിട്ടില്ല. അതിനർത്ഥം ഇനിയും ഒരു കേഴ്സ് ബാക്കിയുണ്ട്. അപ്പോഴാണ് ഹെലിനൊക്കെ ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇപ്പോൾ കുത്തി പൊട്ടിച്ച ഫോൺ ആവട്ടെ അതെല്ലാം മേയോങ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ശാപചാലകങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വസ്തു. പിന്നെ സീനട്ടായി കാണിക്കുന്നത് നാരിയാണ്. അവളാവട്ടെ പതിയെ കനഹയുടെ കഴുത്താവട്ടെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാരി നേരെ കഴുത്തിലോട്ട് കുത്താൻ നിൽക്കുന്ന സമയത്ത് തന്നെ എവിടെയോ നിന്ന് ഒരു ആരോ വന്നിട്ട് നമ്മുടെ നാരിയുടെ മേത്തെ കൂടെ കയറി അപ്പുറത്തേക്ക് പോയി തുളച്ചു നിൽക്കുന്നു. അത് ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹെലിനെയാണ്. ഹെലിനാവട്ടെ കനഹയുടെ അടുത്ത് പറയുന്നുണ്ട്, കനഹ എന്നോട് ക്ഷമിക്കൂ, ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നു. ഈ സമയം എടുത്ത് നേരെ വന്ന ആ അമ്പാവട്ടെ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞങ്ങ് പോകുന്നു. പെട്ടെന്ന് ഹെലിനൊക്കെ എന്തോ സ്ട്രൈക്ക് ആയ രീതിയിൽ അവളാവട്ടെ മേളിലോട്ട് ഓടിപ്പോകുന്നു. പുറകെ തന്നെ കനഹയുമുണ്ട്. പോകുന്ന ഇടയിൽ നമ്മുടെ ഹെലിനെ പറയുന്നുണ്ട്, നമ്മളിവിടെ എത്ര നേരം നിൽക്കുന്നു അത്രത്തോളം ഡേഞ്ചേഴ്സ് ആണ് എന്ന്. മാത്രമല്ല ഹെലിനെ പറയുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. അതായത് പണ്ട് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ രക്ഷപ്പെടാൻ പോവുകയാണ്. അങ്ങനെ അടുത്തുള്ള ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്താണ് നമ്മുടെ കനഹ ഹെലിനെ വിളിക്കുന്നത്. നോക്കുമ്പോ ഫ്രണ്ടിലായിട്ട് ക്യോൻസ് നിൽക്കുന്നു, അതായത് നമ്മളെ ആത്മാവായി നിൽക്കുന്ന ക്യോൻസ്. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഫ്രീഡം ആയിട്ടുള്ള ഒരു ആത്മാവാണ്. അതായത് ക്യോൻസിയുടെ ഫോണാണ് നമ്മുടെ ഹെലിനെ പൊട്ടിച്ചിട്ടുള്ളത്. അതൊരിക്കലും മിയോങ് ആയിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ബട്ട് അത് നമ്മുടെ ഹെലിനെ പൊട്ടിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ക്യോൻസ് ആയിട്ട് ഒരു ഫ്രീഡം ആയിട്ടുള്ള ഒരു ആത്മാവായി. അപ്പോഴാണ് ഹെലിനൊക്കെ ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇടയ്ക്കിടെ ഹെലിനക്കും കനഹക്കും ആയിട്ട് പല ചെറിയ ചെറിയ കാര്യങ്ങളാൽ ഇവരെ സഹായിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ക്യോൻസി ഇപ്പോൾ ഇവരെ സഹായിക്കുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അവിടെ ആയിട്ടാണ് ആ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഉള്ളത്, അതായത് മൾട്ടിമീഡിയ റൂം. ഇതേപോലെ തന്നെ മുൻപും നമ്മുടെ കനഹനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കനഹയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു, അതായത് ഈ ആപ്പിന്റെ പുറകെയുള്ള മരണത്തിന് കാരണം ഒരിക്കലും ക്യോൻസി അല്ല, അതിന് ദോഹയാണ് ബാക്കിയുള്ളവരെ കൊന്നുകൊണ്ടിരുന്നത്, അതായത് ഈ ആപ്പിന്റെ ഉടമസ്ഥതി. ഇതേ സമയം തന്നെ ഹെലിനെ ആവട്ടെ കനഹനെയും കൂട്ടി ഒരു റൂമിനുള്ളിലോട്ട് കയറുന്നു. എന്നിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതായത് ദോഹയുടെ ഫോണാണ് മേയോങ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ക്യോൻസിയുടെ ആഗ്രഹം മുൻപേ സാധിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ക്യോൻസ് ഒരിക്കലും ആരെയും കൊല്ലത്തില്ല. കാര്യം അവളുടെ ആഗ്രഹം മുൻപേ സാധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ദോഹയുടെ ഫോൺ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ചോളൂ, ഞാനിവിടെ ബാങ്ക് വൂൾ എന്ന് പറയുന്ന രീതി ഉപയോഗിച്ചിട്ട് ഡിസ്ട്രാക്ഷൻ ചെയ്യാം. അപ്പൊ കനഹ ചോദിക്കുന്നു അത് എന്ത് രീതിയാണ്. അപ്പൊ ഹെലിനെ പറയാൻ തുടങ്ങി, ദോഹനെ ഇവിടെ ആർക്കും തന്നെ തടയാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഡിലോമി എന്ന് പറയുന്ന രീതി ഉപയോഗിച്ചിട്ട് ഞാൻ ദോഹയെ നൈസായി ഡിസ്ട്രാക്ഷൻ ചെയ്യാം. ആ സമയത്തിനുള്ളിൽ ക്യോൻസ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്തോട്ട് പോയി മേയോങ് ആയി പ്രവർത്തിക്കുന്ന ആ ഫോൺ എടുത്തു വരിക. ആ ഫോൺ നശിപ്പിക്കുന്നതാണ് ഏക വഴി. എന്നാൽ മാത്രമേ ആ ശാപം നമുക്ക് നശിപ്പിക്കാൻ കഴിയൂ. എന്നിട്ട് ഹെലിന അവരുടെ മാസ്ക് ആവട്ടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അണിഞ്ഞിട്ട് വേണം ആ ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. കാര്യം ഇത് അണിഞ്ഞു കഴിഞ്ഞാൽ അധികം ആർക്കും കാണാൻ സാധിക്കത്തില്ല എന്ന്. ഈ അധികം ആരും ഉദ്ദേശിക്കുന്നത് ഇവളെ ഡിസ്ട്രാക്ഷൻ ചെയ്യുന്ന പല കേഴ്സ് രൂപങ്ങളും വരും, അതിനെയാണ്. എന്നിട്ട് നേരെ റിയൽ വേൾഡിൽ ഹെലിനെ ആവട്ടെ കുറച്ച് വീറ്റ് എടുത്തിട്ട് നേരെ ക്യോൻസിന്റെ ഫോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് അത് നേരെ ആ കല്ലറയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു ആരോ എടുത്ത് കൈമുറിയാക്കി അതിലോട്ട് അവളുടെ ചോരയാക്കുന്നു. അതാക്കി കഴിഞ്ഞതും ദോഹെ റൂഗ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ശബ്ദമാവട്ടെ കറക്റ്റ് ക്യോൻസിയുടേതാവുന്നു. മാത്രമല്ല ആ കേഴ്സുകളുടെ ലോകത്ത് നമ്മുടെ ഹെലിന ക്യോൻസിയുടെ രൂപത്തിലാണ്. ദോഹ എന്ന് വിളിക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ടില് ദോഹെ റൂഗ് ആവട്ടെ പ്രത്യക്ഷപ്പെടും. അവള് വന്നതും ക്യോൻസിയുടെ രൂപത്തിലുള്ള ഹെലിനെ ചോദിക്കുന്നത്, നിങ്ങളിവിടെ തനിയെ എന്താണ് ചെയ്യുന്നത് എന്ന്. ക്യോൻസിയെ കണ്ട ദോഹയ്ക്കാവട്ടെ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവിടെ ക്യോൻസി ആവട്ടെ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ദോഹയുടെ അടുത്തേക്ക് പോകുന്നു. ഈ സമയം ദോഹയ്ക്കാവട്ടെ ഒരു തേങ്ങ മനസ്സിലാവുന്നില്ല. ഈ സമയം മുതലാക്കി ബാക്കിലൂടെ കൻഹ ആവട്ടെ പോകുന്നു. എന്നിട്ട് നേരെ പോകുന്നത് അവരുടെ ഐ ടി റൂമിലോട്ടാണ്, അതായത് മൾട്ടിമീഡിയ റൂമിലോട്ട്. അവിടെ പോകുന്ന സമയത്ത് മൊത്തത്തിൽ കവർ ചെയ്തേക്കാണ്. മാത്രമല്ല അവിടെ നാരയാവട്ടെ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. അവൾ അതൊന്നും മെയിൻറ്റ് ആക്കാതെ നേരെ പോയിട്ട് ആ ചുവന്ന ഫോൺ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്യോൻസിയുടെ രൂപത്തിലുള്ള ഹെലിനെ ആവട്ടെ ദോഹയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയ രീതിയിൽ ദോഹ എടുത്ത് സംസാരിക്കുന്നു. അപ്പൊ ദോഹയാട്ടെ എവിടേക്കെന്ന് ചോദിക്കുന്നു. അപ്പൊ ക്യോൻസി വേറെ എവിടേക്ക്, മരിച്ചവരെവിടെയാണോ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം എന്ന് പറയുന്നു. അപ്പൊ ദോഹയാവട്ടെ നമുക്ക് എങ്ങനെ പോകാൻ സാധിക്കും, നമ്മുടെ ആഗ്രഹങ്ങളാൽ നമ്മൾ ബന്ധിതരാണ് എന്ന് പറയുന്നു. അപ്പൊ ക്യോൻസി ആവട്ടെ ഭയങ്കര വിയേർഡായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു പോകുന്നു. ഒരു തേങ്ങയും മനസ്സിലാവാത്ത ദോഹയാവട്ടെ ക്യോൻസിന്റെ പുറകെ പോകുന്നു. അങ്ങനെ കനഹയാവട്ടെ തപ്പി അവസാനം ഒരു ഹിഡൻ റൂം കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ അടുത്തുള്ള ഷെൽഫൊക്കെ മാറ്റി ഡോറ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഡോർ തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഡോർ ആവട്ടെ ലോക്ക്ഡ് ആണ്. പിന്നെ കനഹ ഒന്നും നോക്കാതെ അവിടെ അടുത്തുള്ള കസാര ഉപയോഗിച്ചിട്ട് ആ ഡോറിനെ ലോക്ക് ആവട്ടെ തല്ലി പൊളിക്കുന്നു. ഇതേ സമയം
സമയം ദോഹയാവട്ടെ ക്യോൻസിയുടെ രൂപത്തിലുള്ള ഹെലനയുടെ കൈ കയറി പിടിക്കുന്നുണ്ട്. കാര്യം അവർക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഇവിടെ കനഹയാവട്ടെ ഡോറ് തുറക്കാനായി ശ്രമിക്കുകയാണ്. പക്ഷേ അപ്പുറം ഒരു ഡോർ ഉള്ളത് കൊണ്ട് തന്നെ തുറക്കാൻ സാധിക്കുന്നില്ല. അവൾ എങ്ങനെയൊക്കെ ബലം പ്രയോഗിച്ചിട്ടും ആ ഡോർ തുറക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം ആരും പ്രതീക്ഷിക്കാതെ ബാക്കില് നാരി എഴുന്നേറ്റ് നിൽക്കുന്നു. അവള് പിന്നെ ഒന്നും നോക്കാതെ നേരെ തല പിടിച്ചടിക്കുകയാണ് നമ്മുടെ കനഹയുടെ. ഇവിടെ ദോഹയാവട്ടെ ക്യോൻസിയുടെ മേത്ത് മണത്ത് നോക്കുന്ന സമയത്ത് ഒരു ചെന്നനത്തിലൂടെ മണം കിട്ടുന്നു. എന്റെ സ്ഥലത്ത് എന്റെ അമ്മയുടെ സ്പെല്ലിന്റെ കട്ട് വ്യത്യസ്തമാണല്ലോ ഇത് എന്ന് ചോദിക്കുന്നു. മാത്രമല്ല ഹെലനയുടെ കൈ കയറി പിടിക്കുന്ന സമയത്ത് അതിൽ ബ്ലാക്ക് പാർട്ടിക്കിൾസ് ആവുന്നു. മാത്രമല്ല ക്യോൻസിയുടെ രൂപം കൂടി മാറുന്നുണ്ട്. അതായത് ഒറിജിനൽ രൂപമായ ഹെലനയുടെ രൂപം തന്നെ വരുന്നു. ഇവിടെ നമ്മുടെ നാരി ആവട്ടെ കനഹയെ പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നേരെ മഫ് എടുത്ത് അവളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. വേണ്ട ഇത് നീയല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല കനഹയ്ക്ക് മനസ്സിലാവാത്ത കാര്യം ഇവിടെ എങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിയെന്ന്. നാരി ആവട്ടെ എന്തുകൊണ്ട് എന്ന് അറിയണോ? ഞാൻ ഓർക്കുന്നു നീ നിന്റെ സുഹൃത്തുമായി എന്റെ വയറ്റിലോട്ട് കത്തി കൊണ്ട് കുത്തിയത്. അപ്പൊ കനഹയാവട്ടെ അത് അന്ന് വേറെ വഴിയില്ലായിരുന്നു നാരി, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ നാരിയാവട്ടെ ആ മഫ് ഉപയോഗിച്ച് തലവണ്ട അടിച്ചു പൊളിക്കാൻ നോക്കുന്നു. ഭാഗ്യത്തിന് കനഹയാവട്ടെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നിട്ട് അവസാനം കനഹയുടെ മുമ്പിൽ വെച്ചിട്ട് അവർക്കുള്ള എല്ലാ വിഷമവും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ജിയോൻമുനെ കനഹ ഇഷ്ടപ്പെടുന്നതിന് മുൻപ് നമ്മുടെ നാരിക്കായിരുന്നു ക്രഷ് ഉണ്ടായിരുന്നത്. ബട്ട് ജോൺമുവിന്റെ മനസ്സിൽ നമ്മുടെ കനഹ കയറി പറ്റി. മാത്രമല്ല ഇവളെ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആവും. എന്നിട്ടൊരു സൈക്കോപാത്തിനെ പോലെ ആ മഫിന്റെ കമ്പ് ഉപയോഗിച്ച് കുത്താനായി പോകുന്നു. ഇവിടെ നമ്മുടെ ഹെലനയുടെ കയ്യിൽ ദോഹയെ പിടിക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ ബ്ലഡ് ഒഴിച്ച് വീറ്റ് ആവട്ടെ ഭയങ്കര രീതിയിൽ കറുത്ത പാർട്ടിക്കിൾസ് ആവുന്നു. ബട്ട് നമ്മുടെ ഹെലനാവട്ടെ ഒരു മരണമാസ ഐറ്റമാണ്. ഒന്നും കാണാതെ നേരെ ദോഹയുടെ ഫ്രണ്ട് പോയി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? നേരെ ദോഹയുടെ കയ്യിലോട്ട് തന്നെ തിരിച്ചു കയറി പിടിച്ചിട്ട് എവിടെയോ നിന്ന് വരുന്ന അമ്പാവട്ടെ കയ്യിലോട്ട് പിടിച്ച് നേരെ പോയി കുത്തുന്നു. പക്ഷേ കുത്തിയിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. കാര്യം ഓൺ ദ സ്പോട്ട് നമ്മുടെ ദോഹയി അപ്രത്യക്ഷമാകുന്നു. അതെന്താ സംഭവം എന്ന് നമ്മുടെ ഹെലനക്കാവട്ടെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവളാവട്ടെ അവിടെ എല്ലാം തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ ഹെലന കാണാത്തൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദോഹയി നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ ഒരു റെഡ് കളറ് നൂലയക്ക്. മറ്റൊരു ഭാഗത്ത് കനഹ ഭാഗ്യത്തിനൊരു ബെഞ്ച് ഫ്രണ്ടിലോട്ട് വെച്ചത് കൊണ്ട് തന്നെ രക്ഷപ്പെടുന്നുണ്ട്. നാരി പിന്നെ കുത്താൻ നിൽക്കുന്ന സമയത്ത് തന്നെ കനഹ ആവട്ടെ അവളുടെ മേത്തേക്ക് ചാടി വീഴുന്നു. എന്നിട്ട് അവളുടെ മേത്ത് കയറി ഇരുന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അവളാവട്ടെ അടങ്ങി നിൽക്കുന്ന പോലും ഇല്ല. ഇവിടെ നമ്മുടെ ഹെലനയെ കാണിച്ചിട്ട് സൂം ഔട്ട് ആക്കുന്ന സമയത്തുണ്ട് ആ മേളിൽ നിന്നിട്ട് ദോഹ ഇറങ്ങി വരുന്നു. ദോഹയുടെ മേത്തുള്ള രക്തമാവട്ടെ ഹെലനയുടെ കയ്യിലോട്ട് ഉറ്റുമ്പോൾ തന്നെ അവൾ മേളിലോട്ട് നോക്കുന്ന സമയത്ത് നേരെ നമ്മുടെ ഹെലനയുടെ കയ്യിലോട്ട് ഒരു വലിയ മുറിയാക്കുന്നുണ്ട്. ആ മുറിയാക്കുന്നത് കൊണ്ട് തന്നെ റിയൽ ലൈഫിലും അവളുടെ കയ്യിൽ മുറിയാവുന്നുണ്ട്. അതിന് കാരണം ഇപ്പൊ അവർ നിൽക്കുന്ന സോളുകളുടെ വേൾഡിൽ എന്ത് തന്നെ അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാലും അത് റിയൽ ലൈഫിലും അവർക്ക് അഫക്ട് ചെയ്യും. ഇവിടെ ഞാനാവട്ടെ പറയാൻ തുടങ്ങി ഞാൻ ഒരിക്കലും ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഒരിക്കലും ഖേദിക്കുന്നില്ല. കാര്യം ഇത് നടക്കേണ്ടത് തന്നെയാണ്. എന്നിട്ടൊന്നും നോക്കാതെ എടുത്തു നിൽക്കുന്ന ആ ഒരു വടി ഉപയോഗിച്ചിട്ട് നേരെ നമ്മുടെ കനഹയുടെ വയറ്റിലോട്ട് തന്നെ കുത്തി. ഇതേ സമയം ഹെലനാവട്ടെ അവസാനത്തെ ആരോയും കൂടി എടുക്കുന്നു. എന്നിട്ട് ദോഹ എവിടെയാണെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ക്ലാസ് റൂമിലായിട്ട് നമ്മുടെ ദോഹയെ കാണുന്നു. ഹെലൻ അത് കണ്ടതും ഒന്നും നോക്കാതെ നേരെ തന്നെ ബോ ചെയ്യുന്നു. പക്ഷേ ദോഹയാവട്ടെ ഓൺ ദ സ്പോട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു. അവസാനത്തെ ആരോ ആയതുകൊണ്ട് തന്നെ അവളാവട്ടെ നേരെ പോയിട്ട് ആ ആരോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അതാവട്ടെ നല്ല രീതിക്ക് തറച്ചു നിൽക്കുകയാണ്. ഇതേ സമയമാണ് ദോഹി അവിടെ നേരത്തെ പൊട്ടി നിന്ന ഗ്ലാസ് പീസസ് ഒക്കെ നേരെ ഹെലനയുടെ മേത്തേക്ക് വിടുന്നു. ഭാഗ്യത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഹെലനക്ക് പറ്റിയില്ല. എന്നിട്ട് അവളിങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ദോഹി കത്തി ഉപയോഗിച്ച് ഹെലനെ കുത്തുന്നു. ഭാഗ്യത്തിന് കൈ വെച്ചത് കൊണ്ട് തന്നെ കൈന്റെ ഉള്ളിലോട്ടാണ് കുത്തി കയറുന്നത്. ഇവിടെ നമ്മുടെ കനഹ ആവട്ടെ കനഹയുടെ അതിര് വിട്ട് കഴിഞ്ഞിരിക്കുന്നു. കാര്യം അവൾ അത്രക്കും ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എടുത്തു നിൽക്കുന്ന ആ വടി ഉപയോഗിച്ചിട്ട് നേരെ വയറ്റിലോട്ട് കുത്തും കൂടി ചെയ്തു. അവള് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ദേഷ്യം പിടിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് തന്നെ ചറ പറയുന്ന കുത്തിയോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുത്തിയത് കൊണ്ട് തന്നെ നാരയാവട്ടെ മരിച്ചിരിക്കുക. നമ്മുടെ കനഹയ്ക്ക് കുറച്ച് വിഷമം ഉണ്ടെങ്കിലും ഇത് ചെയ്യാതെ വേറെ വഴിയില്ലായിരുന്നു. അവള് പിന്നെ ഒന്നും നോക്കാതെ നേരെ പോയി ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ലോങ് ജമ്പിൽ ചാടുന്ന പോലെ തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയി ഓടി വന്ന ആ ഡോറിന്റെ മേത്തേക്ക് തന്നെ ചാടി വീഴുന്നു. അവളുടെ ഭാഗ്യം കൊണ്ട് അപ്പുറത്തുള്ള ആ ഷെൽഫായിട്ട് വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാതിലും തുറക്കുന്നു. എന്നിട്ട് നേരെ ദോഹയെ മരിച്ച സ്ഥലത്തോട്ട് തന്നെ പോകും. എന്നിട്ട് അവിടെ നിന്ന് ആ ഫോണും കൂടി കണ്ടെത്തുന്നുണ്ട്. ഇവിടെ ഹെലനയുടെ മേത്ത് കത്തി കുത്തിക്കൊണ്ട് നിൽക്കുക തന്നെയാണ് നമ്മുടെ ദോഹ. നേരെ കുത്തി അവളുടെ കഴുത്തിലോട്ട് കുത്താനാണ് ദോഹയുടെ പ്ലാൻ. ഹെലനാവട്ടെ എടുത്തുള്ള ആ അമ്പ് പിടിക്കാനായി ശ്രമിക്കുകയാണ്. പക്ഷെ ദോഹയാവട്ടെ സൈക്കോപാത്തിനെ പോലെ കഴുത്തിലോട്ട് തന്നെ ഉന്നം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം ഉള്ള പവർ ഉപയോഗിച്ച് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹെലന. ആ സമയമാണ് ബാക്കിലെ ക്യോൻസി പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് ദോഹ എന്ന് വിളിക്കുന്നു. അപ്പാവട്ടെ ദോഹയെ പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നു. ആ സമയം മുതലാക്കി ഹെലനാവട്ടെ ആ അമ്പ് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ക്യോൻസി ആവട്ടെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത് നമുക്കിത് അവസാനിപ്പിക്കാമെന്ന്. അപ്പൊ ദോഹയാവട്ടെ അതിന് തുടക്കമിട്ടത് നീയാണ്. എന്നിട്ട്
നേരെ ക്യോൻസിയെടുത്ത് ചൂടാവുന്ന അതേ സമയം തന്നെ ഹെലിനാവട്ടെ ദോഹയുടെ വയറ്റിലോട്ട് ആ ആരോ ഉപയോഗിച്ച് കുത്തി കയറ്റുന്നു. അത് വെറുതെ അങ്ങ് കുത്തി കയറ്റുകയല്ല, റിയൽ ലൈഫില് സ്വന്തം വയറ്റിലോട്ട് ആ ആരോ കുത്തി കയറ്റുന്നതിലൂടെയാണ് നമ്മുടെ ദോഹയുടെ മേത്തു കൂടെയും കുത്തി കയറുന്നത്. എന്നിട്ട് ഹെലിനെ പറയാൻ തുടങ്ങി, ഇത് വെറും അമ്പല്ല, ഇത് നിന്നെ തടയാനായി പ്രത്യേകം ഉണ്ടാക്കിയ ഡിൽമോൺ എന്ന് പറയുന്ന ആരോ ആണ് എന്ന് പറയുന്നു. ഈ ആരോയിലെ നൂല് നിന്റെ രക്തം മുഴുവനായി വലിച്ചെടുക്കുന്നു, അതിലൂടെ നിന്നെ മുഴുവനായി സ്റ്റോപ്പും ചെയ്യും. ഇവിടെ നമ്മുടെ കനഹ ആവട്ടെ ഒരുവിധം തെരഞ്ഞു കണ്ടുപിടിച്ച് ആ ഫോൺ ആവട്ടെ എടുത്ത് നേരെ ഹെലിനയുടെ അടുത്തേക്ക് ഓടി വരുന്നു. ഹെലിന ആവട്ടെ ആ ഫോൺ കണ്ടതും ഒന്നും നോക്കാതെ ദോഹയെ വിട്ട് ആ ആരോയും ബോയും എടുത്ത് നേരെ ആ ഫോണിലെ ലക്ഷ്യമാക്കി ആരോ ചെയ്യുന്നു. പക്ഷേ ഹെലിന്റെ ഭാഗ്യക്കേട് കൊണ്ട് ആ ആരോ ആവട്ടെ ആ ഫോണിലോട്ട് തട്ടുന്നില്ല. ഹെലിന ആവട്ടെ ഒട്ടും വയ്യാതെ അവിടെ മുട്ടുകുത്തിരിക്കുക. ഹെലിന ആവട്ടെ കനഹനെ വിളിക്കുന്നുണ്ട്. കനഹ പിന്നെ ഒന്നും നോക്കാതെ ആ ആരോ എടുത്തിട്ട് ആ ഫോണിലോട്ട് തന്നെ കുത്തുന്നു. ആ കാര്യം സ്ട്രൈക്കായ ദോഹയാവട്ടെ ഭയങ്കര ഫ്രീക്വൻസിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ എടുത്തുള്ള ജനലിലെ ചില്ലുകളൊക്കെ പൊട്ടിപ്പോകുന്നു. അത് നേരെ കനഹയുടെ മേത്തേക്കാണ് ലക്ഷ്യമായി വരുന്നത്. പക്ഷെ അതിനുള്ളിൽ തന്നെ ആ ഫോണിലോട്ട് ആ ആരോ കുത്തി പൊട്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സോളുകളുടെ ലോകം, അതായത് ആത്മാക്കളുടെ ലോകം ഒരു ബ്ലാക്ക് ഹോൾ പോലെ ഇല്ലാതെ ചുരുങ്ങി നശിച്ചു പോകുന്നു. ഇതേ സമയം റിയൽ വേൾഡിൽ കനഹക്ക് ബോധം വരുന്നുണ്ട്. നമ്മുടെ ഹെലിനക്കാണ് കൂടുതലായി പരിക്കേറ്റിരിക്കുന്നത്. ഹെലിനക്ക് ഒട്ടും തന്നെ വയ്യ. കനഹക്ക് ബോധം കിട്ടിയപാടെ ചോദിക്കുന്നത് എല്ലാം കഴിഞ്ഞു, ഇത് അവസാനിച്ചോ എന്നാണ്. അതേ എന്ന് ഹെലിനയും പറയുന്നുണ്ട്. ഇവിടെ ഹെലിന നേരെ ആ കല്ലറക്ക് നേരെ കിടക്കുന്നു. അവർക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ ആ കല്ലറയുടെ ഉള്ളിൽ നിന്ന് ആ വെളുത്ത പാമ്പ് പുറത്തോട്ട് വരുന്നു. എന്നിട്ട് ഹെലിനെ ചുറ്റിപ്പിടക്കുന്നു. കാര്യം ആ വെളുത്ത പാമ്പിനെ ഹെലിനയുടെ മേത്തുള്ള മുറിവ് മൊത്തം കളയാൻ കഴിയും. ഇവിടെ കനഹക്കാട്ടെ വയറ്റിൽ നല്ല രീതിയിൽ കുത്തിയിട്ടിട്ടുണ്ട്, എന്നാലും ഒരുവിധം എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് പറയാൻ തുടങ്ങി എല്ലാം ഒരു ആപ്പിന് വേണ്ടി മാത്രം. ഇവിടെ കനഹ നോക്കുമ്പോൾ ദൂരെ അങ്ങ് ജിയോനുവാവട്ടെ നല്ല ഉറക്കത്തിലാണ്. കാര്യം രാത്രി അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് കനഹയെ ഇവിടെ എത്തിച്ചത്. ആ ക്ഷീണം കൊണ്ട് തന്നെ ജിയോനു നല്ല ഉറക്കത്തിലാണ്. പിന്നെ സീനട്ടായി കാണിക്കുന്നത് ഈ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് നമ്മുടെ കനഹയും ജിയോൻവുയും ഹാൻജൂണൊക്കെ ക്ലാസ്സിൽ ഇരിക്കുന്നതായിട്ടാണ്. അന്ന് ക്ലാസ്സിൽ പറയുന്നത് ചോയുടെ മരണത്തെ പറ്റിയും അത് മാത്രമല്ല മെയിനായി നാറിയുടെ മരണത്തെ പറ്റിയുമാണ്. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുകയാണ് കനഹയും ഹാൻജൂണൊക്കെ. പിന്നീട് സീനട്ടായി കാണിക്കുന്നത് ഹെല്ലയുടെ ആ സ്ഥലത്തായാണ്. ഇവര് വന്നിട്ട് മരിച്ചവരുടെ പേരിലാവട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട്, അതും ആ പാമ്പിന്റെ ഫ്രണ്ടിൽ വെച്ച്. നമ്മുടെ ഹെല്ലാവട്ടെ വേണ്ട ആചാരക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു പേപ്പറിൽ കത്തിച്ചിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് പറയുകയാണ്. ഈ കാര്യം കണ്ടിട്ട് അവർ മൂന്നുപേരും സങ്കടപ്പെടുകയാണ്. എന്നിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പേപ്പർ ചാരമാക്കി പറത്തി വിടുകയാണ്. എന്നിരുന്നാലും ഈ സീരീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സീൻ ഏതാന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടപ്പോഴാണ്. എന്റെ അമ്മ, എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇയാളാണ്. ഇയാൾ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം കേട്ടിട്ട് എന്റെ അമ്മ എനിക്ക് സന്തോഷം അടക്കി വെക്കാൻ വയ്യ. പെട്ടെന്ന് ഷാൻ എന്തോ കാണാൻ സാധിക്കുന്നു. അവനാട്ടെ ഗ്ലാസ് പതിയെ തുറന്നു നോക്കുന്നു. എന്താണ് സംഭവം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ സീനട്ടായി കാണിക്കുന്നത് പഴയ ഫോട്ടോകളൊക്കെ നോക്കി നിൽക്കുന്ന കനഹയാണ്. ഈ സമയമാണ് ജിയോൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കനഹയുടെ ഫോണിൽ ഇപ്പോഴും ഗിരോ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. അതായത് അവൾ ഇതുവരെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പൊ ജിയോൻവു ചോദിക്കുന്നു, നീ ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചിരിക്കുകയാണോ എന്ന്. കനഹ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അന്ന് നാരിയെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എനിക്ക് ആ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര രീതിയിൽ വിഷമമാവുന്നു എന്ന് പറയുന്നു. അപ്പൊ ജിയോൻവു ആവട്ടെ അവളെ നല്ല രീതിക്ക് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ കാര്യം പരമാവധി മറക്കാൻ ശ്രമിക്കൂ എന്ന് പറയുന്നു. അവള് പിന്നെ ഒന്നും നോക്കാതെ ഗിരിഗോ എന്ന് പറയുന്ന ആപ്പ് ആവട്ടെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നു. അങ്ങനെ അവരാവട്ടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഷാൻ ആവട്ടെ ഹാൻജൂണെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ്. അതായത് ഷാന്റെ മേത്തേക്ക് ആ കമ്പി കുത്തി കയറിയ സമയത്ത് ഹാൻജൂന്റെ ഇമോഷണൽ സീൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് അവനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാൻ തുടങ്ങി, ഹുഫ്, അന്നാണ് മോനെ ഞാൻ എന്റെ അളിയന്റെ സ്നേഹം മനസ്സിലാക്കിയത്. ഷാൻ പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഞാൻ വീണ്ടും അവനെ കണ്ടു എന്ന്, ചോയിയെ മുന്നോട്ട് പോകാൻ സഹായിച്ച സമയത്ത് എന്ന്, അതായത് എനിക്ക് അവനെ കാണാമായിരുന്നു എന്ന്. ഈ കാര്യം കേട്ടിട്ട് കനഹയ്ക്കും ജിയോൻവുക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെയാണ് ഹെലിന. എന്നിട്ട് ഹെലിനയുടെ ഫേസിലോട്ട് നോക്കി പറയാൻ തുടങ്ങി, എനിക്ക് നിന്റെ മേത്ത് ഓടുന്ന ആ ശക്തിയെയും കാണാൻ സാധിക്കും, അത് എങ്ങനെയൊക്കെയാണ് ഓടുന്നത് പോലും എനിക്ക് കാണാൻ സാധിക്കും. ആ സമയം ഹെലിന ആവട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഹാൻജൂൺ പറയാൻ തുടങ്ങി, അലിയ അന്ന് ആ ഹോസ്പിറ്റലിൽ പറഞ്ഞ ആ കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാൻ ആവട്ടെ അതേ എന്ന് പറയുന്നു. എന്ത് ഷാൻ പറയാൻ തുടങ്ങി, ഫെൽസാൻ, അതായത് നിന്നെ പുറത്തിറക്കാൻ ഞാനൊരു വഴി കണ്ടെത്തി. ഈ കാര്യം കേട്ടിട്ട് ഹെലിനക്കാവട്ടെ സന്തോഷമാവുന്നുണ്ട്. നമ്മുടെ ഷാൻ ആവട്ടെ ആ ഗ്ലാസിന്റെ ഫ്രണ്ട് ഭാഗം തുറക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം കാണുന്നത്. ഷാന്റെ കണ്ണിലെ കൃഷ്ണമണിയാവട്ടെ പെട്ടെന്നാവട്ടെ ഒരു ഓറഞ്ച് കളറാവുന്നു. ഇതിനർത്ഥം എന്തൊക്കെ ശാപശക്തികളും എന്തൊക്കെ കേഴ്സും മരിച്ചുപോയ ആത്മാക്കളെയും എല്ലാത്തിനും കാണാനുള്ള കഴിവ് നമ്മുടെ ഷാൻ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇനി ഹെലിനെ സുഖമായി പുറത്തോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഇതൊക്കെ കാണിച്ച് നൈസായി സീരീസ് കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴാണ് അതേ സ്കൂളിൽ പിന്നെയും കാണിക്കുന്നത്. അവിടെ നമ്മൾ മുൻപ് കണ്ട ആ മച്ചാനാവട്ടെ ഗേറ്റിന്റെ അപ്പുറം നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് ആ സ്കൂളിലോട്ട്, അവിടെ കേറാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന്. അങ്ങനെ അവസാനം ഞാറിയും കനഹയും കേറിയ ആ വഴി കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവിടെ കുറെ തപ്പിയപ്പോൾ ഒരു ഫോൺ ലഭിക്കും.
ഇരിക്കുന്നു. അങ്ങനെ അവൻ അവന്റെ ഗെയിം സ്റ്റോളിലോട്ട് പോയിട്ട് ആ ഫോൺ നൈസായിട്ട് ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഭാഗ്യത്തിന് ആ ഫോണിലോട്ട് ചാർജ് കയറുന്നുണ്ട്. മാത്രമല്ല ഫോൺ ഓൺ ആവുന്നുണ്ട്. അത് ഓൺ ആയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ആ ഫോണ് നാരയുടേതാണ്. എന്നിട്ട് അവൻ ആ ഫോണ് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അതിനൊരു പിൻ ലോക്ക് ഉണ്ട്. അതിനും അവന്റെ കയ്യിൽ വേറെ വഴിയുണ്ട്. ഡിസ്കോഡിൽ വേറെ ഒരുത്തിന് അവൻ ഇതിന്റെ പാസ്വേഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ ആ പാസ്വേഡ് അടിക്കുമ്പോഴ ആ ഫോൺ അൺലോക്ക് ആവുന്നു. മാത്രമല്ല ഡിസ്കോഡിലാട്ടെ വേറൊരുത്തൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ഈ ഫോണിനെ കുറിച്ചാണ് അവർ അതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്നത്, നീ ഒരിക്കലും ആ ഫോൺ കൊണ്ട് വരിക, അതിനെ കുറിച്ച് കൂടുതലായി ഞാൻ പറയാമെന്ന്. ഇതിനാവട്ടെ അതുപോലെ തന്നെ മെസ്സേജ് ആയിരുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ആ ഫോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൻ ആ ഫോണിലോട്ട് നോക്കുമ്പോഴ ആ ഫോണിൽ ഗിരിഗോ എന്ന് പറയുന്ന ആപ്പ്, അവൻ പിന്നെ ഒന്നും നോക്കാതെ ആ ആപ്പ് ആവട്ടെ തുറക്കുന്നു.